നമ്മുടെ എസ് പാർട്ണർ ചേഞ്ച് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാനുള്ള പേജ് എടുക്കുക. എസ് ആദ്യം ലോഗിൻ ചെയ്യുക, മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചാറ്റ് ചെയ്യണ ചാറ്റിൻ്റെ അവിടെ പോവുക, ലൈവ് ചാറ്റ് എടുക്കുക. ലൈവ് ചാറ്റ് എടുത്തിട്ട് ഓക്കെ, നമ്മളിവിടെ ചാറ്റ് ചെയ്യുന്നിടത്ത് പാർട്ണർ ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക. PARTNER പാർട്ണർ സ്പേസ് ഇട്ടിട്ട് ചേഞ്ച്, പാർട്ണർ ചേഞ്ച് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിടുക. അപ്പോൾ അവർ നമുക്കൊരു ലിങ്ക് തരും. അവിടെ വെച്ച ഓക്കെ, ചേഞ്ച് പാർട്ണർ. അപ്പോൾ ലിങ്കിലൊന്ന് ഞെക്കുക. ലിങ്കിൽ ഞെക്കി കഴിയുമ്പോഴത്തേനും ഒരു പേജ് ഓപ്പണായി വരും. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പേജ്, പാർട്ണർ ചേഞ്ച് റിക്വസ്റ്റ്, ന്യൂ റിക്വസ്റ്റ്. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലെ കോളത്തിൽ സെലക്ട് റീസൺ ഫോർ പാർട്ണർ ചേഞ്ച് എന്നുള്ളിടത്ത് അവിടെ നിന്ന് ഏത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. ഞാനിവിടെ കൊടുക്കുന്നത് ട്രേഡിംഗ് സിഗ്നൽ എന്നാണ്. ഓക്കെ, അടുത്ത് ഇവിടെ നമ്മൾ പുതിയ പാർട്ണർ ലിങ്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ പുതിയ പാർട്ണർ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്, അത് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുക. എവിടെ നിന്നാണ് ഈ ലിങ്ക് പാർട്ണർ കിട്ടിയെന്നുള്ളത്. ഞാൻ www.com facebook.com എന്ന് കൊടുത്തു. ലീവ് എ കമൻറ്റ്, അവിടെ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചേഞ്ച് പാർട്ണർ എന്ന് എഴുതുക. ചേഞ്ച് പാർട്ണർ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP പോകും, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ. ആ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് പോകുന്ന OTP എസ് രജിസ്റ്റർ ചെയ്തേക്കണ ഇതിലേക്ക് നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു OTP പോകും. അതാണ് ഇവിടെ അടിക്കേണ്ടത്. അത് നോക്കട്ടെ. കോഡ് 38904. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഈ പേജ് വരും. പാർട്ണർ ചേഞ്ച് ഇൻ പ്രോഗ്രസ്, വി വിൽ പ്രോസസ് യുവർ പാർട്ണർ ചേഞ്ച് റിക്വസ്റ്റ് വിതിൻ 3 ബിസിനസ് ഡേയ്സ്. ഓക്കെ, ഇങ്ങനെയാണ് പാർട്ണർ ചേഞ്ച്. ഇതാണ് പാർട്ണർ ചേഞ്ച്. എസ് പാർട്ണർ ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയാണ്.